അസ്സലാമലൈക്കും, റമദാൻ കരീം. ഇന്നത്തെ നോമ്പുറ സ്പെഷ്യൽ എന്തായിരുന്നു? നമ്മുടെ റെസിപ്പീസ് തന്നെയല്ലേ? മദേഴ്സ് റെസിപ്പി ഇഫ്താറിയത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ നിന്ന് ഹുസ്ന ഹസീബ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അൽഹംദുലില്ലാഹ്. എക്സൈറ്റഡ് ആണോ? യെസ്. തുടങ്ങാം. എന്താന്ന് കഥ അറിയില്ല. എൻ്റെ മിസ്റ്ററി ബോക്സ് ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട് രണ്ടിലും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബോക്സിൽ നിന്ന് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കണം. ആ ഐറ്റംസ് ബൈ ഡിഫോൾട്ട് വെച്ചിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ബേസിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ തരാം. ടാസ്ക് ആണല്ലോ. എന്ത് ടാസ്ക്? നിങ്ങൾക്കെല്ലാം ഇങ്ങനെ കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിൾ അല്ലേ? ചലഞ്ച് ആക്സെപ്റ്റഡ്. അപ്പോൾ തുടങ്ങാം. ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഉള്ള ബോക്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ. ബിസ്മില്ലാ. യെസ്, മദേഴ്സ് റെസിപ്പിയുടെ ഓൾ ഇൻ വൺ ചട്നി, അതേപോലെ മദേഴ്സ് റെസിപ്പിയുടെ ഗരം മസാല, നമ്മളിവിടെ ഷ്രെഡഡ് ചിക്കനും ഉണ്ട്, ക്യാപ്സിക്കം, അതേപോലെ നമ്മുടെ യെസ് സമൂസ ഷീറ്റ്സ്, പേസ്ട്രി ഷീറ്റ്സ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചോളൂ ഇത് വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കുക. ഇത് വെച്ചിട്ട് ഒരു റംദാൻ സ്നാക്ക് ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്കറിയാം നിങ്ങളെന്താ സ്നാക്ക് പറയാൻ പോകുന്നത്. ഞാൻ പോട്ടെ, എൻ്റെ ഗസ്റ്റിന് കറക്റ്റ് ആണോ? ഇതിന്റെ നെയിം ചിക്കൻ ചട്നി പാർസൽസ്. എന്തേ? ചിക്കൻ ചട്നി പാർസൽസ്. ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു സമൂസ എങ്ങാടാ പറയാൻ. ഇത് നോക്കുമ്പോ എന്താണ് ഇതില് നമ്മള് ചിക്കൻ ചട്നി പാർസൽ മെയിൻ ആയിട്ട് നമുക്ക് ചട്നിയാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിലുണ്ട് ഇത് നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതിലോട്ട് ഒരു ലാർജ് സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് സോട്ടായാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഈ ഡിഷ് നിങ്ങൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, നമ്മളാണ് പരീക്ഷണം. ആദ്യം ഞാൻ, പിന്നെ പ്രേക്ഷകർ. സവാള ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി ചെറുതാക്കി എറിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് മദേഴ്സ് റെസിപ്പിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊരു 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ അറിയോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത? അതല്ലേ, അറിയാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്. ഞാനിപ്പോഴും ചിന്തിക്കുകയാണ്, അപ്പം നിങ്ങളിത് പുതിയ ഡിഷാണ്, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ പേരും പറഞ്ഞ് അതെന്ത് പരിപാടി? വളരെ ക്ലിയർ ആയിട്ട് കലയാണ്, ഇതൊക്കെ ഒരു കല. ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി മദേഴ്സ് റെസിപ്പിയുടെ ഗരം മസാല ഇടാം. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയാൽ ഒരു ക്യാപ്സിക്കം ഇത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് കുക്കിംഗ് പാർട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മദേഴ്സ് റെസിപ്പിയുടെ ചാട്ട് മസാല ആഡ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാം. 2. ഇനി ഒരു 100 ഗ്രാം മോസറല്ല ചീസ്. ഇനി കുറച്ച് മല്ലിയില. ഇനി മദേഴ്സ് റെസിപ്പിയുടെ ഓൾ ഇൻ വൺ ചട്നി 4 ടേബിൾ സ്പൂൺ തന്നെ ആയിക്കോട്ടെ. ഇനി മിക്സ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുക്കാം. ഒരു സമൂസ ഷീറ്റ് അല്ല, 2 എണ്ണം വേണോ? ഓ, ഒരു പഫ്സിന്റെ സ്റ്റൈൽ അല്ല, പാർസൽ പോലെ. പാർസൽ വെട്ടി. അതെ. ഫസ്റ്റ് ഫോൾഡ് ഇങ്ങനെ. ഇനി ഇവിടെ നമുക്ക് മൈദയുടെ സ്ലറി, ഗ്ലൂ. ഇനി ഇത് മൈദയുടെ കുറച്ച് അധികം ലൂസാക്കിയിട്ടുള്ള സ്ലറി ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി നേരെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. എന്നിട്ട് പൊരിക്കുന്നു. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം.
അടിപൊളിയുണ്ട്. കുറച്ച് ലെറ്റൂസ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലീഫ് പോലെ. ഒരു അടിപൊളി പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷുമായി ഹുസ്നയാണ് നമ്മുടെ അടുത്ത് ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോം മലപ്പുറം അല്ലേ. അടിപൊളി ഡിഷ്. ഇത് കഴിക്കാൻ എനിക്ക് കുറച്ച് 1 മണിക്കൂറും കൂടി സമയം, അതേ ഞാൻ നോമ്പുറക്കാൻ പോണ്. പക്ഷെ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകരുടെ അടുത്തുനിന്നും നമ്മുടെ സൈഡിൽ നിന്നും നമുക്കിന്ന് ഈ നോമ്പുറത്തോടെ ഫീസ്റ്റ് നമുക്ക് ആക്കി തന്നതിന് സന്തോഷം. നന്ദി. Mother's Recipe Iftariyat. Stay tuned for yet another episode with our new guest. Bye.